കൈകോർക്കാമീ നാടിനായി. പതഞ്ഞു പൊന്തും ലഹരിക്കടിപ്പെടുത്താനായി നമുക്കു ചുറ്റും കഴുകൻ കണ്ണുകൾ ഒളിഞ്ഞിരിക്കുവതിന്ന് അടുത്തുകൂടി അറിയാതകപ്പെടുത്തി പിന്നെ ഒഴിഞ്ഞു പോകുവതാരുടെ ജന്മം തിരിച്ചറിയുക നാം. രസിച്ചിടും ആദ്യം അടിമുടി തളർത്തിടും അതിവേഗം തിരിച്ചു കേറാൻ ചികിത്സ മാത്രം കരുതിയിരിക്കുക നാം. Nizari zani zari zani zari zani zari zani pani ni 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 pani sani pani sani pani sani pani sani pa ni ni za അറിവിനലകളാൽ ഇരുളുമാറ്റിടാം ഒരുമയോടെ നീങ്ങാം. അറിവിനലകളാൽ ഇരുളുമാറ്റിടാം ഒരുമയോടെ നീങ്ങാം. പൊരുതി നിന്നിടാം ഉണർന്ന് നൽകിടാം മനുജരായി മാറാം. നാമല്ലാതെ നമുക്കാര് കൈകോർക്കാമീ നാടിന. സ്തുതി പറയടാ. ഡോക്ടർ എബി പറഞ്ഞു വന്നവരാണോ നിങ്ങൾ? ഇത് ഞങ്ങളുടെ ഇടയമാണ്. 2 വർഷത്തോളമായി ഡ്രഗ് യൂസ് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച പോലീസ് സ്റ്റേഷനിൽ വന്നോളൂ. അടുത്ത് വെച്ചിട്ടുണ്ട്. നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ എവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ എങ്ങനെ തടയുന്നത് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അച്ഛനെന്തെങ്കിലും ചോദിച്ചതാ. പക്ഷെ അവനത് വിട്ട് പറഞ്ഞു പറയുന്നില്ല. ഇതിപ്പോ ആൾക്ക് എവിടെ തെറ്റുപറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. മോളെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നിനക്കൊന്ന് നേരത്തെ സംസാരിച്ചൂടെ? അച്ഛൻ മോനെ സഹായിക്കാനേ മോനെ നോക്കണമെങ്കിൽ മാത്രമാണ് അച്ഛനെ സഹായിക്കാനേ സാധിക്കുള്ളൂ. നേരെ നോക്കാമോ? മോളെ എത്ര നാളായി യൂസ് തുടങ്ങിയിട്ട്? 2 വർഷം 2 വർഷം പറയുമ്പോൾ 7ാം ക്ലാസ് മുതൽ തുടങ്ങിയില്ലേ? ആരാണ് മോനെ ആദ്യമായിട്ട് ഡ്രഗ്സ് തന്നത്? അത് ശരി, ഫ്രണ്ട്സ് ആണോ മോനെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്? അല്ല, ആ അപ്പനമ്മയാണ് എല്ലാത്തിനും കാരണം. എടാ റിലാക്സ്. അപ്പനമ്മയോ? അതെങ്ങനെയാണ് അപ്പനമ്മയും കാരണമാവുന്നത്? എപ്പോഴത്തേക്കും പോലല്ലേ? എന്താ നോക്ക്, ഞാൻ പറ്റണവർ പഠിക്കില്ല. എത്ര മാർക്ക്? നിനക്ക് ഇതില് മാർക്കും ഇല്ല. ഞാൻ മര്യാദക്ക് പഠിച്ചില്ല. അമ്മണ്ടല്ലേ ഞാൻ പഠിക്കണേ. പുസ്തകം കൈപിടിച്ചിങ്ങനെ ഇരിക്കും നോക്കി നോക്കി. അല്ലാണ്ട് പഠിക്കാൻ ആർക്കറിയാം? നോക്കി ചേട്ടന്റെ മാർക്ക് നോക്ക്. നിനക്കുള്ള അതേ സമയം അതേ സൗകര്യത്തിൽ നീ കിട്ടണം ചേട്ടന്. എന്നിട്ട് അവന്റെ മാർക്ക് നോക്ക്, നിന്റെ മാർക്ക് നോക്ക്. അതെങ്ങനെ പുസ്തകം തുറന്നു പിടിച്ചിട്ട് ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കുക? ഇന്ന് അപ്പം വരട്ടെ, ഞാൻ ഒന്നും പറയാനില്ല. എല്ലാം അപ്പനോട് പറഞ്ഞു കൊടുക്കും. അല്ല Police station from the road to the stand. Police station is on the place.
ചേട്ടാ വാ പ്രാർത്ഥിക്കാൻ അമ്മേ വായോ പ്രാർത്ഥിക്കാം. ആ നീ പ്രാർത്ഥിക്കാനുണ്ട് പോയിരുന്ന് 2 അക്ഷരം പഠിച്ചേ. എന്താ ഒരു ബഹളം? ഒന്ന് കേറുമ്പോ തോന്നുന്നു. ഇന്നെന്താണോ പ്രശ്നം? കണ്ടില്ലേ ഒരു പ്രാർത്ഥന വേണ്ടത്രേ. ഒരു 2 അക്ഷരം പോയി പഠിച്ചോ ഈ നേരം കൊണ്ട്. പ്രാർത്ഥന തന്നെ എന്തുണ്ട് ചോദിച്ചോക്കാം അവനോട് തന്നെ. എന്താണ് പ്രശ്നം? പറ എന്താന്ന് പറ. അപ്പൊ എനിക്ക് പരീക്ഷയുടെ പേപ്പർ കിട്ടി. എല്ലാത്തിലും ഞാൻ പാസ്സാവുകയും ചെയ്തു. എന്നിട്ട് അമ്മ വെറുതെ പാസ്സായി. പാസ്സായി. നല്ല മാർക്കുണ്ട്. നിങ്ങളുടെ പേപ്പർ ആദ്യം കാണിക്കും. ശരി സംസാരിക്കും. അപ്പൊ ഇന്നാ പേപ്പർ കിട്ടി. ഇതാണ് നിന്റെ മാർക്ക്. ഇതിൽ ഞാൻ സൈൻ ചെയ്യണം. അപ്പൊ എന്താ അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച മാർക്ക് കഷ്ടപ്പെട്ട് പഠിച്ച മാർക്കാണ് ഈ കാണുന്നത്. ഇത്ര വർഷം പഠിച്ചിട്ട് ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് മാർക്ക് വാങ്ങിച്ചു വന്നിരിക്കണം. എന്നിട്ട് ഞാൻ സൈൻ ചെയ്യണം. അത്ര അപ്പൊ പ്ലീസ് അപ്പൊ ഞാൻ നീ കഷ്ടപ്പെട്ട് മിണ്ടരുത്. ഹെലനെ ഞാൻ സൈൻ ചെയ്യില്ല കേട്ടോ. ഇന്നെടുത്തത് എല്ലാവരും നാളത്തേക്ക് പഠിച്ചിട്ട് വന്നോളൂ കേട്ടാ. ഇന്നലെ തന്നെ പേപ്പർ എല്ലാവരും സൈൻ ചെയ്ത് വന്നിട്ടില്ലേ? അവിടെ എടാ നിന്റെ പേപ്പർ എന്നേ എടാ നിന്നോട് സൈൻ ചെയ്യിച്ചില്ലേ? എന്താ നീ മിണ്ടില്ലേ? എണീറ്റതാടെ ഇത് സൈൻ ചെയ്തിട്ടില്ല. ഞാൻ കാണിച്ചതാ സൈൻ തന്നില്ലേ. അന്ന് സൈൻ തരാണ്ടിരുന്നേ നീ കാണിച്ചിട്ടുണ്ടാവില്ല. നിനക്ക് എല്ലാത്തിനും ഒരേ കാരണങ്ങളാ. അന്ന് പഠിക്കോ അതുമില്ല. ഇത് എത്ര മാർക്ക് നിനക്ക്? നീ അപ്സെറ്റ് എങ്ങനെയാ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ നീ ഇതിന്റെ ടെൻഷൻ വിടാ. നീ ഇത് വിട്ടില്ല ഇതുവരെ. നീ എന്തിങ്ങനെ നീ ആ രാവിലത്തെ കാര്യം ആലോചിച്ച് നീ ജീവിതം മൊത്തം മനസ്സിലായി. നീ ഒന്ന് മനസ്സിലാക്കിയത് ഇതൊക്കെ തെറ്റല്ലേ. എന്തിട്ട് തെറ്റ്? നീ രാവിലത്തെ കാര്യം ആലോചിച്ചോണ്ടിരുന്ന എന്തിട്ട് ഇത് വിട്ടോളാം. നീ സാധനം വലിച്ചു നീ എല്ലാം മറന്നു. ഞാനത് ട്രൈ ചെയ്തിട്ടുള്ളല്ലേ ലൈഫ് തെറ്റ്. ഞാൻ പ്രശ്നങ്ങളൊക്കെ അച്ഛന് മനസ്സിലായണം. ഇതൊക്കെ മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നീ ഇത് ഉപയോഗിക്കാൻ കാരണം എന്ന് പറയുന്നത് നിന്റെ വീട്ടിലെ സാഹചര്യങ്ങളും നിന്റെ കൂട്ടുകാരുള്ള ബന്ധമൊക്കെയല്ലേ. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ശരിയാക്കുന്നതുള്ളൂ. മോൻ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിക്കാൻ പോയത്. അപ്പൊ ആ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് നമുക്കൊന്നും സാധിച്ചിട്ടില്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ലഹരിയുടെ ഉപയോഗം മാറ്റിയെടുക്കുക എന്നുള്ളത്. അതിനുശേഷം നമുക്ക് നടപ്പനെയും അമ്മയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി നല്ല രീതിയിലാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. അതിനെ കുറച്ച് കാര്യം പറഞ്ഞു തന്ന് മോനെ ശരിയാക്കി എടുക്കാം. അതുവഴി മോൻ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ മോൻ ഇതൊക്കെ മാറ്റി നല്ല മിടുക്കനായിട്ടുള്ള ഒരു മകനായിട്ട് മോനായിട്ട് മാറാൻ സാധിക്കും. പോരെ അച്ഛനുണ്ടാ കൂടെ. ഇവന്റെ കാര്യങ്ങളൊക്കെ അച്ഛന് മനസ്സിലായി. അത് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു വീഴ്ചയാണ് ഇതിനെല്ലാം വഴിതെളിച്ചത്. ഇവരെ മനസ്സിലാക്കാനോ ഇവരുടെ കഴിവുകൾ അംഗീകരിക്കാനോ നമുക്ക് സാധിക്കാതെ പോയി. അപ്പോൾ മറ്റുള്ളവരെ ഒരു കമ്പയർ ചെയ്യാതെ അവന്റെ കഴിവുകൾ അംഗീകരിച്ചുകൊണ്ട് ചെറിയ കഴിവ് പോലും അഭിനന്ദിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അവൻ ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കടത്താൻ സാധിക്കും. അപ്പോൾ അവൻ ഓക്കെയാണ്. ഇനി നമ്മളും കൂടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല മിടുക്കനായിട്ടുള്ള മോനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾ പൊക്കോളൂ, നമുക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകാം.